സ്വാഗതം പറയുന്നതിനും എല്ലാവരെയും ക്ഷണിക്കുന്നതിനുമായി ശ്രീ രാജീവിനെ ക്ഷണിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരെ, പ്രവർത്തകരെ, എന്നെ ശ്രമിക്കുന്ന കുറവിലങ്ങാട് ഉള്ള സഹോദരന്മാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗാന്ധി പ്രതിമയുടെ സമീപമാണ്. ഗാന്ധി പ്രതിമയുടെ സമീപം നിൽക്കുമ്പോൾ നമ്മൾ നേടിയ സ്വാതന്ത്ര്യവും ജനാധിപത്യവുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അവരോടൊപ്പം ആയിരങ്ങൾ ജീവൻ നൽകി നേടിയെടുത്ത സ്വാതന്ത്ര്യം, സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർ രാജ്യസ്നേഹം പ്രസംഗിച്ചുകൊണ്ട് ഇന്ത്യയൊട്ടാകെ നടക്കുന്നു. മോദിയുടെയും BJPയുടെയും നേതൃത്വത്തിൽ വർഗീയതയും സ്വേച്ഛാധിപത്യവും നാട്ടിൽ കൊണ്ടുവരുവാനായിട്ട് അവർ എല്ലാ കളങ്ങളും ഒരുക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിന്റെ വില, ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്ന ജീവിതത്തെ കുറിച്ച് നമ്മൾക്കറിയുന്നല്ലോ. നമ്മൾ ഈ അനുഭവിച്ച സ്വാതന്ത്ര്യം, കഴിഞ്ഞ നമ്മുടെ ജീവിതകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇന്ന് പല രീതിയിലും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതിയിരുന്ന പല പ്രമാണങ്ങളും ഇന്ന് തിരുത്തി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കരുതിയിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ, പത്രങ്ങൾ, മാസികകൾ, റേഡിയോകൾ നമ്മൾ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. അവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് നമ്മൾ കരുതിയിരുന്നു. അവർ നിഷ്പക്ഷരായെന്ന് നമ്മൾ കരുതിയിരുന്നു. സ്കൂളുകളിൽ നമ്മൾ പത്രധർമ്മത്തെ കുറിച്ച് പഠിച്ചിരുന്നു. പക്ഷേ ഇന്നെന്താണ് സംഭവിക്കുന്നത്? ഓരോ മാധ്യമങ്ങളും ഓരോ മുതലാളിമാർ വിലക്കെടുത്തിരിക്കുകയല്ലേ, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ വിലക്കെടുത്തിരിക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഇവിടെ പരന്നിരുന്നു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, ഒരു പത്രമാധ്യമം 2 മാസക്കാലത്തേക്ക് BJP വാങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന ഒരു മാധ്യമം ആയി നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങൾ അധംപതിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ 4ാമത്തെ അടിത്തൂണ് എന്ന് പറയുന്ന അടിത്തൂണ് ഇന്ന് ഇളകിക്കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇലക്ഷനൊക്കെ നിഷ്പക്ഷമാണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ നീതിയും നിഷ്പക്ഷവുമായ സുതാര്യവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുമെന്ന്. TM ശേഷനെ പോലുള്ള കമ്മീഷന്മാർ നാട്ടിൽ ജനാധിപത്യത്തെ വളരെ സുതാര്യമായും വ്യക്തമായും നടപ്പാക്കിയിരുന്നു. ഇന്ന് നടക്കുന്ന എന്താണ്? ഇന്ന് ആരാണ് ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്? പണ്ട് തിരഞ്ഞെടുത്തിരുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടിയുള്ള ഒരു കൊളീജിയമായിരുന്നെങ്കിൽ ഇന്ന് BJPക്ക് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ അത്രയൊക്കെ പിടിച്ചിട്ടില്ല. BJPക്ക്, മോദിക്ക് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യം ഇഷ്ടമല്ല. അവരൊരു കൊളീജിയം ഉണ്ടാക്കി മോദിയും മന്ത്രിയും കൂടി തീരുമാനിക്കും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ആരാണ്. അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നീതിപൂർവമായ സുതാര്യമായ ഒരു ഇലക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇന്ന് ഇലക്ഷൻ വോട്ടിംഗ് മെഷീന്റെ പേരിൽ ജനങ്ങൾക്ക് സന്ദേഹമില്ലേ? വോട്ടിംഗ് മെഷീന്റെ പേരില് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നില്ലേ? ഈ മെഷീൻ മാറ്റിയിട്ട് വോട്ടിങ്ങിന്റെ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് BJPക്ക് തയ്യാറല്ലല്ലോ, ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ലല്ലോ. സുപ്രീം കോടതിയിലെ കേസിൽ മാത്രമാണ് ഇനിയും പ്രതീക്ഷ. സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കൽ കരുതിയിട്ടുണ്ട്, പൊതുമുതൽ നമ്മുടെ സമ്പത്താണ്, പൊതുമുതൽ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി, പാവങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെട്ട സാധനമാണെന്ന്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ പൊതുമുതലുകളും എയർപോർട്ട് തൊട്ട് റോഡുകൾ തൊട്ട് എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾ തൊട്ട് ഈവൻ ഡിഫൻസ് വരെ അദാനിക്കും അംബാനിക്കും ഒക്കെ എഴുതി കൊടുക്കുകയല്ലേ. ഈ കേരളത്തിലെ തന്നെ ഖനികളെല്ലാം കരിമണൽ മുതലാളിക്ക് എഴുതി കൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് നമ്മുടേതായ പൊതുസ്വത്തുക്കളെല്ലാം ഇന്ന് മുതലാളിമാരുടെ കൈകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കരുതിയിരുന്നതാണ് ഈ നാട്ടിലെ ഈ CDയും CBIയും പോലീസും ഒക്കെ ജനങ്ങളുടെ സംരക്ഷണത്തിലാണ്. ഇന്ന് ഭരണക്കാർക്ക് വേണ്ടി, BJPക്ക് വേണ്ടി ഗുണ്ടപ്പണി ചെയ്യുന്ന സംഘടനകളായിട്ട് ഇതെല്ലാം അധംപതിച്ചില്ലേ? ഇങ്ങനെ ഒരു രാജ്യത്ത് നമ്മുടെ ജനാധിപത്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഈ നാടിന്റെ ജനാധിപത്യം അപകടത്തിലല്ലേ? ഈ നാട്ടിലെ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുന്നത് കേൾക്കുന്നില്ലേ?
ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ സുഹൃത്തുക്കളെ? ആം ആദ്മി പാർട്ടി ഏതൊക്കെ ജയിലിൽ അടച്ചാലും ഏതൊക്കെ കൽത്തുറകളിൽ അടച്ചാലും BJPക്കെതിരെ, മോദിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ, ജനാധിപത്യത്തെ തകർക്കാൻ, ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കും, പ്രതികരിക്കും. എല്ലാ ദേശസ്നേഹികളോടും ഈ നാട്ടിലെ എല്ലാ സുഹൃത്തുക്കളോടും എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, നമ്മുടെ നാടിനെ ആദ്യം സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ പ്രതികരിക്കൂ. ആം ആദ്മി പാർട്ടിയിലെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെതിരായി, മോദിക്കെതിരായി, മോദിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരായി, ഭരണഘടനയെ തകർക്കുന്നതിനെതിരായി നമുക്ക് ഒരുമിച്ച് നിന്ന് പൊരുതാം. ജയ് കേജ്രിവാൾ, ജയ് കേജ്രിവാൾ, വന്ദേ വന്ദേ.